കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സൂര്യയുമായുള്ള കല്യാണത്തിന് നിർബന്ധിച്ചതുകൊണ്ടാണ് നിധി വീട് വിട്ടിറങ്ങിയതെന്ന് സാന്ദ്ര പറയുമ്പോൾ സുധീഷിന്റെ വീട്ടിലെ റിസപ്ഷൻ വീഡിയോ അരുൺ തന്റെ മൊബൈലിൽ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണേ ഹേമയും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നമ്മളാ ഇവളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്. അവള് നല്ല സന്തോഷത്തോടെ തന്നെയാ ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം പോരാന്ന് തോന്നി. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വീണ്ടും കല്യാണം നടത്തിയിരിക്കുന്നു. എന്നരുൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അരുൺ അതൊന്ന് കാണിച്ചെന്ന് രാജീവും പറയുന്നുണ്ട്. രാജീവും ആ വീഡിയോ കാണുമ്പോഴേക്കും കണ്ടോ അച്ഛാ, എത്ര സന്തോഷത്തോടെയാ അവള് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ? അവളെല്ലാം പ്ലാൻ ചെയ്തിട്ടാ പോയത്. അച്ഛൻ ഇവിടെ ആശുപത്രി കിടക്കുമ്പോൾ അവള് സ്റ്റേജിൽ കയറി കല്യാണം നടത്തിയിരിക്കുന്നു. അവൾക്ക് വേണ്ടി നമ്മൾ ഇനി ആലോചിച്ചിരിക്കണോ? അവള് ശരിക്കും ഫ്രോഡാണച്ചാ എന്നരുൺ പറയുമ്പോൾ രാജീവും ടെൻഷനോടെ മൊബൈൽ അവന്റെ കൈ കൊടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഹേമ അരുണിനോടായി ചോദിക്കുന്നുണ്ട്, ഡാ എന്തിനാടാ ഇപ്പോ ആ വീഡിയോ അച്ഛനെ കാണിച്ചത്? മരിച്ചു ജീവിച്ചൊരു മനുഷ്യനല്ലേ അതെന്ന്. കാണിക്കണ്ടെന്ന് തന്നെയാ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാ ഇവളുടെ ഒടുക്കത്തെ സപ്പോർട്ടെന്ന് സാന്ദ്രയെ ചൂണ്ടിക്കൊണ്ട് അരുൺ പറയുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന വിഷമം അവൾക്കില്ലാന്ന് കാണിക്കാനാ ഞാൻ ആ വീഡിയോ കാണിച്ചത് എന്ന് പറഞ്ഞ അരുൺ നടന്നു നീങ്ങുമ്പോഴേക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേമയെ സാന്ദ്രയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ സുധീഷ് നിധിയെയും കൊണ്ട് ഒരു ഹോസ്റ്റലിന് മുന്നിലെത്തി തന്റെ ജീപ്പ് നിർത്തി. ഈ ഭാഗത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഹോസ്റ്റൽ ഇതാണ്, അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് അവളോട് ഇറങ്ങാനായി പറയുന്നുണ്ട് സുധീഷ്. അവർ ഗേറ്റിനടുത്ത് എത്തുമ്പോഴേക്കും അവിടെയുള്ള സെക്യൂരിറ്റി എണീറ്റ് അതെ ഇവിടെ ജെൻസ് അലൗഡ് അല്ലെന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ താമസിക്കാൻ വന്നതൊന്നുമല്ല, ഈ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നതാ. അത് അലൗഡ് അല്ലെന്ന് സുധീഷും. അവിടെ വാർഡനുണ്ട്, പോയി കണ്ടാ മതിയെന്ന് അയാൾ പറയുമ്പോഴേക്കും സുധീഷ് നിധിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നടക്കുന്നതിനിടയ്ക്ക് നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് റൂം ഉണ്ടോ, അതോ കുറെ പേര് കൂടി ഡോർമെട്രി പോലെയാണോ താമസമെന്ന്? അതെങ്ങനെ എനിക്കറിയാം, നമുക്ക് നോക്കാമെന്നേ. ഇപ്പോ അഥവാ മുറി ഇഷ്ടായില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ എന്റെ കൂടെ തിരിച്ചു വാ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി സംശയത്തോടെ നോക്കുന്നത് കണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചതേ വേറെ ഹോസ്റ്റലിലേക്ക് പോവാമെന്നാ എന്ന് പറഞ്ഞ് സുധീഷ് അവളെയും കൊണ്ട് വാർഡന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുധീഷ് അങ്ങോട്ടെത്തി മേഡത്തോട് നമസ്കാരം പറഞ്ഞ് ഞങ്ങൾ വന്നതേ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടിക്കാണോ എന്ന് വാർഡനും ചോദിക്കുന്നുണ്ട്. എന്ന് നിതീഷ് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യയാണോ എന്ന് അടുത്ത ചോദ്യം. അതെ എന്ന് സുധീഷ് സമ്മതിക്കുമ്പോഴേക്കും അവരോട് ഇരിക്കാനായി പറയുന്നുണ്ട്. വാർഡൻ അപ്പോഴേക്കും നിധിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. പേരെന്താ കുട്ടിയുടെ? നിധി. സ്റ്റുഡന്റ് ആണോ? അല്ലെന്ന് നിധിയും. റൂമിന്റെ പർപ്പസ് എന്താന്ന് അടുത്ത ചോദ്യം. പഠിപ്പ് കഴിഞ്ഞ് ഇവിടെ താമസിച്ച് എന്തെങ്കിലും ജോലി നോക്കണം എന്ന് നിധി പറയുമ്പോൾ വീട് ഒരുപാട് അകലെയാണോന്ന് അടുത്ത ചോദ്യം. അക്കലയ്ക്കടുത്താണെന്ന് നിധി പറയുമ്പോൾ ഇവിടെ 3 ടൈപ്പ് റൂമുണ്ട്. സിംഗിൾ ആണെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. 2 പേര് ഷെയർ ചെയ്യുന്നതിലും 4 പേര് ഷെയർ ചെയ്യുന്നതിലും വേക്കന്റ് ഉണ്ട് എന്ന് വാർഡൻ പറയുമ്പോൾ എനിക്ക് 2 പേര് ഷെയറിങ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, വേഗം വേണമെന്ന് നിധിയും. അവരൊക്കെ പറഞ്ഞ് ഒരു ഫോം എടുത്ത് നിധിക്ക് പൂരിപ്പിക്കാനായി കൊടുക്കുന്നുണ്ട്. നിധി അത് ഫിൽ ചെയ്യണ കണ്ട് ഇത്ര പെട്ടെന്ന് റൂം ശരിയായോ? അപ്പോ ഇനി ഇവൾ വീട്ടിലേക്ക് വരില്ലെന്നാണോ? ഈശ്വര, ഇത്രയും കടമ്പകൾ കടന്നിട്ട് ഇപ്പോ ഇവിടെ വെച്ച് ഉപേക്ഷിച്ച് പോകണമെന്നാണോ എന്നൊക്കെ സുധീഷും ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട്. നിധി ഫോം ഫിൽ ചെയ്ത് കൊടുത്തോണ്ട് റൂം ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അതിനു മുന്നേ നിങ്ങളുടെ ആധാർ കാർഡ് തരുമെന്ന് അവരും. നിധി അമ്പരപ്പോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും ലൈസൻസോ പാസ്പോർട്ടോ ഏതായാലും മതി എന്നവരും. അത് വരുമ്പോ എടുത്തില്ല മാഡം എന്ന് നിധി പറയുമ്പോ സോഫ്റ്റ് കോഫി വല്ലതും കയ്യിലുണ്ടോന്ന് അവരും. നിധി ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് സുധീഷിന് ആ കാര്യം ഓർമ്മ വരുന്നത്. അന്ന് സൂര്യയുടെ ആവശ്യത്തിനായി ഫോട്ടോ എടുക്കാൻ പോകുന്ന വഴിക്ക് സുധീഷിനോട് അവൾ വണ്ടി നിർത്താൻ പറയുന്നതും ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമെന്ന് പറയുന്നതും കയ്യിലുണ്ടോന്ന് അവൻ ചോദിക്കുമ്പോൾ ഫോണിലുണ്ടെന്ന് നിധി പറയുന്നതും തനിക്ക് അയച്ചാൽ മതി താൻ എടുത്തോളാമെന്ന് സുധീഷ് പറയുന്നതുമെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ എടുത്ത് നിധിയുടെ ആധാർ ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും നിധിയും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, സുധീഷേ ഞാൻ ഒരിക്കൽ സുധീഷിന്റെ ഫോണിലേക്ക് ആധാർ അയച്ചിരുന്നില്ലേ, അത് ഈ ഫോണിൽ കാണില്ലെന്ന്. അത് ശരിയാണല്ലോ, കാണും എന്ന് പറഞ്ഞവൻ അത് തിരഞ്ഞു നോക്കിക്കൊണ്ട് അയ്യോ അതെങ്ങനെയോ ഡിലീറ്റ് ആയി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും മാഡം എന്ന് ടെൻഷനോടെ നിധി ചോദിക്കുമ്പോൾ ID പ്രൂഫ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പായിരുന്നെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ IDയിൽ അഡ്മിഷൻ എടുക്കാമായിരുന്നു, ഇപ്പൊ അതും പറ്റില്ല എന്നവർ പറയുമ്പോൾ അപ്പൊ ഇനി എന്ത് ചെയ്യും മാഡം എന്ന് നിധിയും. പോയി ID-യുമായിട്ട് വരൂ, അല്ലാതെ വേറെ മാർഗമില്ലെന്ന് അവരും. എന്റെ ID പോരാ അല്ല മാഡം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പോരെന്ന് അവരും. എന്നാ നമുക്ക് പോവാം, വേറെ ഹോസ്റ്റൽ നോക്കാമെന്നും. ഇയാളുടെ വീട് എവിടെയാണെന്ന് വാർഡൻ ചോദിക്കുന്നുണ്ട്. എന്റെയോ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്നെന്ന് അവരും. അല്ല അടുത്തുള്ളത് ഒരു കസിന്റെ വീടാ, എന്റെ വീട് ഇവിടെയല്ല എന്ന് സുധീഷ് പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും ഇയാളെ കണ്ടപ്പോ എവിടെയോ പരിചയമുള്ളതുപോലെ എന്നവർ പറയുന്നുണ്ട്.
അതിന് വഴിയില്ലെന്ന് സുധീഷ് പറഞ്ഞൊഴിയാൻ നോക്കുമ്പോഴേക്കും ഒരിക്കൽ ഓൺലൈൻ ടാക്സി വിളിച്ചപ്പോ വന്ന ആ ഡ്രൈവറുടെ ചായയുണ്ട് ഇയാൾക്ക്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അവരും. അപ്പോഴാണ് സുധീഷ് ആ കാര്യം ഓർമ്മിക്കുന്നത്. നല്ല റേറ്റ് ഒക്കെ തരണേ, അല്ല മാരീഡ് ആണോ എന്ന് സുധീഷ് ചോദിക്കുന്നതും കുഞ്ഞുണ്ടെന്ന് അവർ പറയുന്നതും അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് സുധീഷ് പറയുന്നതും അവർ താക്കീത് ചെയ്യുന്നതുമെല്ലാം ഓർക്കെ സുധീഷ് പരങ്ങളോടെ ചിരിച്ചോണ്ട് ഏയ് അത് ഞാൻ ആവില്ലെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിധിയോടായി ശരി എന്നാ വാ നിധി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നിധിയും കൂട്ടി പോകുന്നുണ്ട് സുധീഷ്. ഇവിടെ സുഭാഷിന്റെ വീട്ടിൽ പന്തൽ പണിക്കാരന് കാശ് കൊടുക്കുകയാണ് സുഭാഷ്. ഷാജി ഇന്നലെ ബയ്യയുടെ കയ്യിൽ അഡ്വാൻസ് കൊടുത്തിരുന്നു, ബാക്കി ഇതിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തോണ്ട് ഓക്കെ അല്ലേന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വന്നേ ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ കാശുണ്ടോ? അല്ല ഇന്നലെ മുതൽ ഒരുപാട് ചെലവ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോ നീ ടെൻഷൻ അടിക്കണ്ടടാ, ആവശ്യത്തിനുള്ള കാശ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ റിസപ്ഷൻ നന്നായില്ലേ, അത് മതിയെന്ന് സുഭാഷും. അത് കേട്ടോണ്ട് ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന അവരുടെ അച്ഛൻ ഭാസ്കരനും എന്നാലും വേണ്ടത്ര ഗുമ്മായില്ല സുഭാഷെ, പന്തലും സ്റ്റേജും ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയില്ല. ഒരു പച്ച കർട്ടനും ചുമന്ന സോഫയും മഞ്ഞ പൂവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എടുപ്പുണ്ടായേനെ. ഇതൊരുമാതിരി ശവപ്പെട്ട് നിൽക്കുന്ന പന്തല് പോലെ. പിന്നെ മഴ ചാറിപ്പോയത് നന്നായി, ഇത്തിരി നന്നായിട്ട് പെയ്തിരുന്നെങ്കിലേ പന്തല് തലയും കുത്തി താഴോട്ട് വീണേനെ. പഴയ ഉറപ്പൊന്നുമില്ലെന്നേ ഇപ്പോഴത്തെ പണിക്കെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും വേറെ എവിടെ ഇടുന്നേലും സ്ട്രോങ് ആയിട്ടാ ഇവിടെ ഇട്ടത്, അതും സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ട് എന്ന് പന്തലുകാരൻ ഷാജിയും പറയുന്നുണ്ട്. ഓ അങ്ങനെയാണെങ്കിൽ നീയൊക്കെ വേറെ സ്ഥലത്തിരുന്ന പന്തലിന്റെ കാര്യമൊക്കെ കട്ടപ്പുകയായിരിക്കുമല്ലോടാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ സുഭാഷ് ഏട്ടാ, വെറുതെ വെറുപ്പിക്കാൻ നിക്കല്ലേന്ന് ഹരീഷ് അച്ഛനോടായി പറയുന്നുണ്ട്. അല്ലെങ്കിലും സത്യം പറഞ്ഞ സാത്താനും കാണിക്കുമെന്നാ എന്നച്ചൻ പറയുമ്പോഴേക്കും വിടടാ നീ വാ എന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെ അകത്തോട്ട് വിളിച്ച് പോവാൻ തുടങ്ങുമ്പോഴാണ് വല്യച്ഛനും അമ്മായിയും കൂടി അങ്ങോട്ടെത്തുന്നത്. അദ്ദേഹം ദേഷ്യത്തോടെ സുഭാഷിന്റെ അടുത്തേക്ക് വന്ന് ഡാ ആരോട് ചോദിച്ചിട്ടാടാ ഈ മുറ്റത്ത് വെച്ച് കല്യാണം നടത്തിയത്? ഡാ ചോദിച്ചത് കേട്ടില്ലേ, ആരോട് ചോദിച്ചിട്ടാ പന്തലിട്ടേന്ന് എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോഴേക്കും ഹലോ കൂടപ്പിറപ്പേ, അള്ളുവയ്ക്കും അനിയത്തി, പശുവും ചത്തോ മോരിലെ പുളിയും പോയി, എന്നിട്ടാണോ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയേ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഇയാളെന്താ കളിയാക്കുവാണോ എന്നിന്നിര ചോദിക്കുമ്പോഴേക്കും അതെടി, അല്ലെങ്കിൽ ഇന്നലെ വന്ന് കള്ളും കുടിച്ച് ചിക്കനും നക്കിയിട്ട് പോയിട്ട് നിന്റെ ചേട്ടൻ ഇന്ന് വന്ന് കാര്യം അന്വേഷിക്കോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഒരു ചടങ്ങ് നടക്കുന്ന വീടല്ലേ, ബഹളം ഉണ്ടാക്കണമെന്ന് കരുതിയാ ഇന്നലെയൊന്നും മിണ്ടാതിരുന്നത് എന്നിന്നിര പറയുമ്പോ ഇന്നിപ്പോ ചടങ്ങ് കഴിഞ്ഞില്ലേന്ന് വിചാരിച്ച് അങ്ങ് മിണ്ടാതിരുന്നാ പോരെ എന്ന് ഭാസ്കരനും. ഗംഗാധരൻ അപ്പോഴേക്കും സുഭാഷിനോടായി ഇതേ സുഭാഷെ, ഈ വീട് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ എന്ന് കേസ് നടന്നുകൊണ്ടിരിക്കുക, ഇതിനെ ചുറ്റിയുള്ള മുഴുവൻ സ്ഥലവും ഞങ്ങളുടേതാ, എന്നിട്ട് ഒരു വാക്കുപോലും ചോദിക്കാതെ ഈ മുറ്റത്ത് പന്തലിടുന്നു, ആളുകളെ വിളിക്കുന്നു, ബിരിയാണി വെക്കുന്നു, ഇതൊക്കെ ശരിയാണെന്നാണോ എന്ന് വല്യച്ഛനും ചോദിക്കുന്നുണ്ട്. വല്യച്ഛ അന്ന് ഞാനും നികേഷും കൂടി വന്ന് നിങ്ങളെ ക്ഷണിച്ചതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ആഹാ നിന്റെ അനിയന്റെ കല്യാണത്തിന് ബിരിയാണി തിന്നാൻ ക്ഷണിച്ചതിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട വീട്ടുമുറ്റത്ത് പന്തലിട്ടതിനെ പറ്റിയാ എന്ന് ഗംഗാധരൻ പറയുമ്പോ അതെ അത് ഞങ്ങളുടെ സൗകര്യം, നിങ്ങൾ ഇറങ്ങി പോവാൻ നോക്കെന്ന് ഭാസ്കരനും വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യമെന്നോ, അത് ശരി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നെകളിപ്പ് കാണിക്കുന്നോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നടന്നുപോയി അവിടെ കൂട്ടിയിട്ട പാത്രങ്ങളെല്ലാം കാലുകൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് ഗംഗാധരൻ. അതെ നിന്നെ കൊണ്ട് പരമാവധി കാണിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാ, അത് കാണിച്ചിട്ടങ്ങ് പോവാൻ നോക്കെന്ന് ഭാസ്കരനും. അത് കേൾക്കെ സുഭാഷും വല്യച്ഛന്റെ അടുത്തേക്ക് ചെന്ന് എന്താ വല്യച്ഛ ഇപ്പൊ പ്രശ്നം, പന്തലിതെ ആളുകൾ വന്ന് അഴിച്ചോണ്ട് പോവല്ലേ, സ്ഥലം അതുപോലെ തന്നെ കിടക്കയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങി പോണമെന്ന് വിചാരിച്ച് കാത്തിരുന്നവരാ ഇവര്, നല്ല പോലെ നടന്നു കണ്ടപ്പോ കണ്ണുകടിയായി ഇത്, അത് സഹിക്കാൻ പറ്റാത്തോണ്ടാ പന്തല് കെട്ടിയതെന്തിനാ, ബിരിയാണി വെച്ചതെന്തിനാ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കാൻ വന്നതെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും വായടക്കട ആദ്യം എന്ന് ഗംഗാധരനും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ വായടക്കി എന്നിട്ട് മതി ഇങ്ങോട്ട്, ഒരു വല്യച്ഛൻ സംസാരിക്കണ പോലെ അല്ലല്ലോ നിങ്ങളുടെ സംസാരമെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട, ആദ്യം ആരോട് ചോദിച്ചിട്ടാ പന്തലിട്ടെന്ന് പറ, എന്നിട്ട് മതി ബാക്കിയെന്ന് ഗംഗാധരനും. അതുകൾക്ക് ഭാസ്കരനും അവിടെ നെണീറ്റോണ്ട് ചത്തുമോളിലിരിക്കുന്ന എന്റെയും നിന്റെയും തന്തയോട് 1.5 അടി താഴ്ചയിൽ കാല് കുഴിച്ചിട്ടോളാൻ അങ്ങേന്റെ നരകത്തിന്ന് നേരിട്ട് വിളിച്ചു പറയായിരുന്നു. മതിയോ എന്ന് ഭാസ്കരനും ഗംഗാധരന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് അവരെ രണ്ടുപേരെയും തടഞ്ഞോണ്ട് വല്യച്ഛ മതി, ചോദിക്കാതെ പറയാതെയും ചെയ്തത് ഞങ്ങളുടെ തെറ്റ്, സമ്മതിക്കുന്നു, അതിനെ ഞങ്ങൾ മാപ്പും ചോദിക്കുന്നു പോരെ എന്ന് ചോദിക്കുമ്പോഴേക്കും മാപ്പോ, ആർക്ക് വേണം നിന്റെ മാപ്പ്, പന്തലിടാൻ ഈ സ്ഥലം ഉപയോഗിച്ചതിനുള്ള കാശ് എന്താന്ന് വെച്ചാ അതാദ്യം വെക്ക്. ഗംഗാധരൻ പറയുന്നത് കേൾക്കെ നായ നക്കിയെ കുടിക്കൂ എന്ന് പറയുന്നത് വെറുതെയല്ല, ഒന്ന് പോവാൻ നോക്കെന്ന് ഭാസ്കരനും. അപ്പോഴേക്കും ഇന്ദിരയും പറയുന്നുണ്ട് ഇന്നലെ രാത്രി തന്നെ ഇത് മുടക്കേണ്ടതായിരുന്നു, കാര്യം നടന്നോട്ടെന്ന് കരുതി നമ്മൾ വെറുതെ വിട്ടതാ തെറ്റായതെന്ന്. അപ്പോഴേക്കും ഭാസ്കരനും പറയുന്നുണ്ട്
അതല്ലടി, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാ ഈ കുരുട്ട് ബുദ്ധി നിന്റെ മണ്ടയിൽ ഉദിച്ചത്. നേരത്തെ അത് തോന്നാതിരുന്നതാ തെറ്റെന്ന് പറ എന്ന്. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലം വാടകയ്ക്ക് കൊടുത്താ എത്ര രൂപ കിട്ടുമെന്നറിയോ? നിനക്കിത് ഓസിക്ക് തരാൻ എന്റെ തലയ്ക്കെന്താ ഓളമുണ്ടോ? മര്യാദയ്ക്ക് തറവാടകയായിട്ട് 20,000 രൂപ വെക്കണമെന്ന് ഗംഗാധരൻ പറയുമ്പോ, എടാ നിന്നെ പോലൊരു തറ വാടക ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, 1 രൂപ തരാൻ പോണില്ല എന്ത് എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഭാസ്കരനും സന്തോഷത്തോടെ, തന്തേ വിലയില്ലെങ്കിലും നീ ഒരാൺകുട്ടിയടാ, അങ്ങനെ ചോദിക്കെന്ന് പറയുന്നുണ്ട്. എവിടെ നിന്നോ ഒരു പണക്കാരി പെണ്ണിനെ പറ്റിച്ച് കടത്തിക്കൊണ്ട് വന്നിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പന്തലിട്ട് ഷോ കാണിച്ച ആ പെണ്ണിവിടെ നിൽക്കുമെന്നാണോ വിചാരം? അവൾ ഇവിടുന്ന് ഓടിപ്പോവാൻ അധിക ദിവസമൊന്നും വേണ്ട, നോക്കിക്കോ എന്ന് അമ്മായിയും വിളിച്ചു പറയുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ഹരീഷും. സുഭാഷ് അവനെ താക്കീത് ചെയ്ത്, എടാ മോനെ, നീ തറുതല പറയാതെ കുറച്ചു നേരമൊന്നും മിണ്ടാതിരിക്കെന്ന് പറയുന്നുണ്ട്. ശല്യങ്ങളാ ചേട്ടാ ഇവര്, ചെവിയില് മൂട്ട പോയ പോലെ കിരി 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 എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, ആർക്കടാ കിരികിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ പോയി നിങ്ങളുടെ സ്ഥലത്ത് ചെയ്യണം, ഇതേ എന്റെ സ്ഥലമാടാ. എന്തായാലും ഇത്രയായില്ലേ, ഇനി കേസ് കഴിയുന്നവരെ കഴിയട്ടെ എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ഇവനെ ശല്യങ്ങളായെന്ന്. അകത്ത് കയറി ചട്ടിയും കലവുമെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് കഴുത്തിന് പിടിച്ച് തള്ളുക വേണ്ടേ എന്ന് വെല്ലിച്ചൻ പറയുമ്പോ, അതെ ഏട്ടാ, അതാ ചെയ്യേണ്ടത്. ഇതിങ്ങനെ വിട്ടാലേ ചുറ്റുമുള്ള നമ്മുടെ സ്ഥലം കൂടി ഇവര് കയ്യേറും എന്നമ്മായിയും പറയുന്നുണ്ട്. അതെ, ഇനി കേസുമില്ല കോടതിയുമില്ല, കൈയോടെ വലിച്ച് പുറത്തിട്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഗംഗാധരൻ അകത്തേക്ക് പോവാനായി തുടങ്ങിയതും പടിക്കെട്ടിലിരുന്ന ഭാസ്കരൻ എഴുന്നേറ്റുകൊണ്ട്, താനൊരുത്തൻ കുഴിച്ചിട്ട പോലെ ഇവിടെ ഇരിക്കുമ്പോ താനൊക്കെ വീട്ടിനകത്തോട്ട് കേറുവോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തു ചെയ്യുമെടാ, എന്തു ചെയ്യുമെന്ന് ഗംഗാധരൻ വെല്ലുവിളിയോടെ ചോദിക്കുമ്പോ ഭാസ്കരൻ ഗംഗാധരനെ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുക്കുന്നുണ്ട്. ഗംഗാധരന്റെ തല ഒരു കല്ലിൽ ചെന്നിടിക്കുമ്പോഴേക്കും സുഭാഷ് വെല്ലിച്ചെന്ന് വിളിച്ച് അദ്ദേഹത്തെ പിടിക്കാനായി ചെല്ലുന്നുണ്ട്. ഇന്ദിര അവനെ തടഞ്ഞുകൊണ്ട്, മാറി നിക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗംഗാധരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചോണ്ട്, ഇയാൾ എന്റെ ചേട്ടനെ കൊല്ലം നോക്കിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേടി, ഇപ്പൊ ചത്തില്ലല്ലോ, പിടിച്ചോണ്ട് പോവാൻ നോക്കുന്ന ഭാസ്കരനും. അച്ഛാ ഒന്ന് മിണ്ടാതിരിക്കച്ചാ എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഗംഗാധരൻ മുന്നോട്ട് വന്ന് ഭാസ്കരന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ഡാ നീ എന്നെ അടിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അടിച്ചതല്ലടോ, പിടിച്ചു തള്ളി, ഇനി ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് തലമണ്ട പൊട്ടിക്കും ഞാൻ, ആണോടാ എന്ന് ചോദിച്ച് ഭാസ്കരനും ഗംഗാധരന്റെ നേരെ ചെല്ലുന്നുണ്ട്. സുഭാഷ് അദ്ദേഹത്തെ പിടിച്ചു മാറ്റുമ്പോഴേക്കും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഗംഗാധരനും. സൗകര്യം പോലെ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിച്ചേക്കാമെന്ന് ഭാസ്കരനും. ഞങ്ങൾ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് എന്നിട്ട് വിളിച്ചു പറയുമ്പോഴേക്കും, ഒന്ന് പോടി, പോലീസ് ഭാസ്കരന് പുല്ല, ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന് ഭാസ്കരനും. താൻ പോടോ എന്ന് ഭാസ്കരനോടായി വിളിച്ചു പറഞ്ഞ് ഇന്ദിര വായേട്ടാന്ന് വിളിച്ച് ഗംഗാധരനെയും കൂട്ടി അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. പോകുന്ന വഴിക്ക് തിരിഞ്ഞു നിന്ന്, നിന്നെ ഞാൻ കാണിച്ചു തരാളെന്ന് ഗംഗാധരൻ വിളിച്ചു കൂവുന്നുണ്ട്. എന്നാ കാണിക്കാൻ വാടാ വാ എന്ന് പറഞ്ഞ് ഭാസ്കരനും വെല്ലുവിളിക്കുന്നുണ്ട്. അവിടെ സുധീഷും നിധിയും വേറൊരു ഹോസ്റ്റലിൽ കൂടി അന്വേഷിക്കാനെത്തുന്നതും സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ലെന്ന് അവർ അറിയിക്കുന്നതും സുധീഷ് അവളെയും കൊണ്ട് വേറൊരിടത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെയും അവർ പറയുന്നുണ്ട്, ID പ്രൂഫ് നിർബന്ധമായിട്ടും വേണം, പുതിയ റൂളാ, അതുമായിട്ട് വരൂ എന്ന് പറയുമ്പോൾ സുധീഷും നിരാശ അഭിനയിച്ച് അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവർ ജീപ്പിനരികിൽ എത്തുമ്പോഴേക്കും സുധീഷ് അവൾക്ക് കുടിക്കാനായി വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. 6-7 സ്ഥലത്ത് നമ്മൾ നോക്കിയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഇത് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാനും വിചാരിച്ചില്ല. എന്റെ ഒരു അവസ്ഥ നോക്കിയേ, വീട്ടിൽ നിന്ന് പോന്നത് ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ച് ജീവിക്കാനും പഠിപ്പ് പൂർത്തിയാക്കാനും വേണ്ടിയാ. എന്നിട്ടിപ്പോ നടുവഴിയിൽ ഇങ്ങനെയായി പോയില്ലേ. ID പ്രൂഫ് ഇല്ലാതെ താമസിക്കാനും സ്ഥലം കിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നാളെ മുതൽ ഇന്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ചോദിച്ചാ അതൊന്നും തരാനും പോകുന്നില്ല. എന്തൊരു വിധിയാ എന്റെ ഈശ്വര എന്ന് നിധി ടെൻഷനോടെ പറയുന്നുണ്ട്. അല്ല, ഇയാൾ ഇങ്ങനെ ചിന്തിക്കാതെ എല്ലാ ജീവിതത്തിനും ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും, നമുക്ക് ഒന്നുകൂടി എന്ന് അന്വേഷിച്ചാലോ എന്ന് നിധിയും. ഇനി കാര്യമുണ്ടാവോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാം പ്ലീസ് എന്ന് നിധി പറയുമ്പോ, ഓക്കെ ഞാൻ റെഡിയാ, പോവാം, കേറിക്കോന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ അവർ PGയിലെത്തി അന്വേഷിക്കുമ്പോഴേക്കും ഇപ്പൊ ഇവിടെ റൂം ഒന്നും ഒഴിവില്ല എന്നവർ പറയുമ്പോഴേക്കും അവരും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ജീപ്പിനരികിലെത്തുമ്പോഴേക്കും ഇനി എന്ത് വേണമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എനിക്കിത് മനസ്സിലാവുന്നില്ല, ID പ്രൂഫ് ഇല്ലാതെ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടില്ലെന്ന് വന്നാ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ആലോചിച്ചുകൊണ്ട് ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. ID പ്രൂഫായിട്ടെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താലോ, പക്ഷേ അതോടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നതിന് വീണ്ടും ഒരു ഉറപ്പ് കൂടും. ഇയാൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും ഞാൻ വരേണ്ടി വരും, ലോക്കൽ ഗാർഡിയനായിട്ട് ഞാൻ സൈൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ സുധീഷ് പറയുമ്പോ, അയ്യോ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒരു കുരുക്കായിട്ടിരിക്കുക, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് സുധീഷും. നമുക്ക് വേറെ എവിടെയെങ്കിലും എന്ന് നിധി പറയുമ്പോഴേക്കും, ദേ
ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇനി അന്വേഷിക്കാൻ വേറെ സ്ഥലമില്ല. സുധീഷ് പറയുമ്പോഴേക്കും നിധി ടെൻഷനോടെ നിൽക്കണ കണ്ട് താൻ സമാധാനപ്പെടടോ, 1-2 ദിവസം ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് മാറാലോ, അതുവരെ വീട്ടിൽ നിൽക്കാം. എന്ത് പറയുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. എന്നാ കയറെന്ന് പറഞ്ഞ് സുധീഷ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വേറൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് നിധി വിളിച്ചു പറയുന്നുണ്ട്. എന്തെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്റെ കയ്യിലൊട്ടും പൈസ ഇല്ല എന്ന് നിധിയും. അതിനെന്താ, പൈസ വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതല്ല, എനിക്ക് ഈ 2 വളയൊന്ന് വിൽക്കണമായിരുന്നു എന്ന് നിധിയും. സ്വർണം വിൽക്കാനോ? ഏയ് അതൊന്നും വേണ്ട, പൈസ ഞാൻ സംഘടിപ്പിച്ചു തന്നോളാമെന്ന് സുധീഷും. അതുപോരാ, എനിക്ക് കുറച്ച് കാശ് കൈ വെക്കണം എന്ന് പറഞ്ഞ് നിധി വളയൂരാൻ ശ്രമിക്കുമ്പോഴേക്കും സുധീഷ് അവളെ തടഞ്ഞോണ്ട് ഏയ് വേണ്ട വേണ്ട, അതവിടെ കിടക്കട്ടെ, വെറുതെ എന്തിനാ അതെടുക്കുന്നേ, തനിക്ക് എത്ര വേണ്ടെന്ന് പറ, ഞാൻ തരാന്നേ ക്യാഷ്, അത് തന്റെ കയ്യിലോട്ടിട്ടെ അതവിടെ കിടന്നോട്ടെ, അതാ അതിന്റെ ഭംഗിയെന്ന് സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് പ്ലീസ്, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്കാരോടും കൈ നീട്ടാൻ വയ്യ, പ്ലീസ് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും അത് സമ്മതിച്ചുകൊണ്ട് അവളോട് ജീപ്പിലേക്ക് കയറാനായി പറയുന്നുണ്ട്. അവർ ഒരു ജ്വല്ലറിയിലെത്തി വള തൂക്കി നോക്കുമ്പോഴേക്കും മാഡം, 2 വളകളും കൂടി 3.5 പവനും 10 മില്ലിയുമുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് പണിക്കൂലി കഴിഞ്ഞ് ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിൽ കിട്ടും. ചൂടാക്കി നോക്കിയാലേ എക്സാക്ട് വില പറയാൻ പറ്റൂ എന്ന് ജ്വല്ലറിക്കാരൻ പറയുമ്പോ അത്ര വേണ്ട, 1 വള മതി എന്ന് നിധിയും. അയാൾ 1 വള തിരികെ കൊടുത്തിട്ട് ചൂടാക്കാലോ അല്ലേ എന്ന് ചോദിച്ച് അത് ചൂടാക്കാനായി പോകുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്, കൈ കിടക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താ വില അല്ലേന്ന്. പിന്നീട് വളയെല്ലാം തൂക്കി നോക്കി 1,38,000 ജ്വല്ലറിക്കാരൻ നിധിക്ക് നൽകുന്നുണ്ട്. അവരാ കാശ് വാങ്ങി ജ്വല്ലറിയിൽ നിറങ്ങി ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും നിധി സുധീഷിനെ വിളിച്ച് 38,000 ആ ക്യാഷ് ബണ്ടിൽ അവന് നൽകുന്നുണ്ട്. സുധീഷ് ഇതുവരെ എത്ര ചെലവാക്കിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഇതിരിക്കട്ടെ എന്ന് നിധി പറയുമ്പോൾ അതൊന്നും വേണ്ട, പിന്നെ അത് ഇയാളങ്ങ് കൈ വെച്ചാൽ മതി എന്ന് സുധീഷും. അങ്ങനെയല്ല, എനിക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടതല്ലേ, സ്വന്തം ജോലി ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി എത്ര ദിവസമായിട്ട് അലയ്യ, എല്ലാ ചെലവും സുധീഷിന്റെ കയ്യിൽ നിന്നല്ലേ എടുത്തു നടത്തിയത് എന്ന് നിധി ചോദിക്കുമ്പോൾ അതുകൊണ്ടെന്ന് സുധീഷും. ഈ കാശ് കൈ വെച്ചോളൂ എന്ന് പറഞ്ഞ് നിധി വീണ്ടും ആ ക്യാഷ് നീട്ടുമ്പോഴേക്കും നിധി, ഇത് വല്ലാത്തൊരു കഷ്ടമാണേ എന്ന് സുധീഷും. അങ്ങനെയല്ല, എന്നായാലും ഇതൊക്കെ ഞാൻ തരേണ്ടതല്ലേ എന്ന് നിധി പറയുമ്പോ ഓഹോ അങ്ങനെയാണല്ലേ, എടോ ഇയാളുടെ കാര്യങ്ങൾ തന്നെ ഇതുവരെ ശരിയായിട്ടില്ല, ഹോസ്റ്റലോ PGയോ ഒന്നും ശരിയായിട്ടില്ല, ആ സമയത്ത് ഇതാണോ വലുതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. കടം എങ്ങനെയായാലും കടമല്ലേ സുധീഷേ എന്ന് നിധി ചോദിക്കുമ്പോ ഓ ഇത് അങ്ങനെയാണല്ലേ കാണുന്നത് അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്തായാലും കയ്യിൽ വെച്ചേക്കുന്ന പറഞ്ഞ് നിധി വീണ്ടും ക്യാഷ് നീട്ടുമ്പോഴേക്കും അല്ല, എന്തിനാ ഇത്രയധികം പണം, ഞാൻ പണമേ വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യം വന്നാ ഇനിയും ചോദിക്കാലോ എന്ന് നിധി പറയുമ്പോൾ നിധി എന്നെ ഇപ്പോഴും വെറും ഡ്രൈവറായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത് അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല സുധീഷേ, എനിക്കിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാള് സുധീഷ് മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഇയാൾ എന്നെ സഹായിക്കുന്നുമുണ്ട്, അതിനുവേണ്ടി ഇയാളുടെ ലൈഫ് തന്നെ പ്രശ്നത്തിലാവുകയും ചെയ്തു, ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അതാ പ്ലീസ് ഇത് വെക്കൂന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാനൊരു ഡ്രൈവർ മാത്രമായി അല്ലേ എന്ന് ടെൻഷനോടെ സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സുധീഷിന് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, പ്ലീസ് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും അവളുടെ കയ്യിൽ നിന്ന് ആ കാശ് വാങ്ങിക്കൊണ്ട് നിനക്ക് ഞാനൊരു ഡ്രൈവർ മാത്രമായിരിക്കാം, പക്ഷേ എനിക്ക് നീ അങ്ങനെയല്ല, ഈ വണ്ടിയിൽ നീ ഇരിക്കുന്നത് വെറും ഒരു യാത്രക്കാരിയായിട്ട് മാത്രമല്ല, അത് നിനക്ക് വൈകാതെ മനസ്സിലാവുമെന്ന് ചിരിയോടെ മനസ്സിലാലോചിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും സുധീഷിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന നിധി സുഭാഷിനോട് തനിക്കൊരു റൂം എവിടെയെങ്കിലും എടുത്തു തരണമെന്ന് പറയുന്നതും അത് കേട്ട സുധീഷ് സുഭാഷിനെ തടഞ്ഞ് അങ്ങനെ റൂം എടുത്തു കൊടുക്കരുതെന്നും ഒരുമിച്ച് താമസിച്ചാലേ അവർ തമ്മിലുള്ള ഇഷ്ടം ഡെവലപ്പ് ചെയ്യൂ എന്ന് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.